നമ്മുടെ പ്രപഞ്ചത്തിൽ സൂര്യനേക്കാളും മാസ് കുറഞ്ഞിട്ടുള്ള സ്റ്റാർസ് ഉണ്ട്, മാസ് കൂടിയിട്ടുള്ളതുണ്ട്. ഈ മാസ് കുറഞ്ഞിട്ടുള്ള സ്റ്റാർസ് ആണ് ഏറ്റവും കൂടുതൽ കാലഘട്ടം പ്രപഞ്ചത്തിൽ നിലനിൽക്കുകയുള്ളൂ. ട്രില്യൺ കണക്കിന് വർഷങ്ങൾ വരെയൊക്കെ ഉണ്ടാവും. അതുപോലെ തന്നെ മാസ് കൂടിയിട്ടുള്ള സ്റ്റാർസ് ഉണ്ട്. ഈ സ്റ്റാർസിൽ ന്യൂക്ലിയർ ഫ്യൂഷൻ വളരെ വേഗത്തിലാണ് നടക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ നക്ഷത്രങ്ങൾ എന്ന് പറയുന്നത് ഏതാനും മില്യൺ വർഷങ്ങൾ മാത്രമേ ജീവിച്ചിരിക്കുകയുള്ളൂ. ഒരു ആവറേജ് സ്റ്റാർ ആയിട്ടുള്ള സൂര്യൻ 1000 കോടി വർഷമാണ്. സൂര്യന്റെയൊക്കെ വലുപ്പമുള്ള നക്ഷത്രങ്ങളുടെ ആയുസ് എന്ന് പറയുന്നത്. ഇപ്പൊ ഏകദേശം 4.6 ബില്യൺ ഇയേഴ്സ് ആയിട്ട് സൂര്യൻ പ്രപഞ്ചത്തിലുണ്ട്. ഇനി ഒരു 5 ബില്യൺ ഇയേഴ്സ് ഒക്കെ ഉണ്ടാവുള്ളൂ എന്നാണ് പറയുന്നത്. 13.8 ബില്യൺ ഇയേഴ്സ് ആയിട്ട് യൂണിവേഴ്സ് ഇവിടെ ഉണ്ട്. ഇനി ഈ പ്രപഞ്ചത്തിൽ നടക്കുന്ന കാര്യങ്ങളൊക്കെ വെറുതെ ഇങ്ങനെ ഒബ്സർവ് ചെയ്യണം. ഇവിടെ എന്താണ് നടക്കുന്നതെന്ന് പ്രപഞ്ചം തന്നെ നോക്കുകയാണെങ്കിൽ എന്തായിരിക്കും കാണുക? ഈ സ്റ്റാറിനെ ചുറ്റിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ കാര്യം ഒന്ന് ആലോചിച്ച് നോക്ക്. നമ്മളൊരു 70 വർഷം ജീവിച്ചിരിക്കുന്ന മനുഷ്യരാണ്. നമ്മളൊക്കെ 70-80 വർഷം, ഒരു 25,000 ദിവസം എന്ന് വേണമെങ്കിൽ പറയാം. നമ്മുടെ കോൺഷ്യസ്നെസ് എന്ന് പറയുന്നത് ഈ പ്രപഞ്ചത്തിന്റെ സ്കെയിലിൽ വെച്ച് കണക്കാക്കുകയാണെങ്കിൽ എന്താ വല്ലതും ഉണ്ടോ? ഒന്നുമില്ല. ഒരു മിന്നിമറിഞ്ഞ് പോവുകയാണെന്ന് പറയാവുന്ന അത്ര പോലും ഇല്ല. ഇതൊക്കെ ഞാൻ പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ പ്രപഞ്ചത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന കറണ്ട് അഫയേഴ്സ് ആണ് ഇതൊക്കെ. ഇപ്പോൾ ഇത് സംഭവിച്ചുകൊണ്ടിരിക്കുകയല്ലേ, നമുക്ക് ചുറ്റും സംഭവിച്ചുകൊണ്ടിരിക്കുകയല്ലേ. നമ്മളിതിനെപ്പറ്റി ചിന്തിക്കുന്നില്ല എന്നല്ലേ ഉള്ളൂ.